അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. യു എ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യു എ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പരലോകമാണ്. പരലോകം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലേ ഇസ്ലാമിക വിമർശകർ വിമർശനം ഉന്നയിക്കുന്ന ഒരു ഒരു ലോകമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതയെപ്പറ്റി പലപ്പോഴും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കാറുണ്ട്. ഖുർആൻ തന്നെ അതിന് ഒരുപാട് സ്ഥലങ്ങളിൽ ആ, മറുപടി പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഒരു പുതിയ വീഡിയോ, ഒരുപാട് വീഡിയോകൾ ഈ വിഷയത്തിൽ പുതിയ ഒരു ആർഗ്യുമെന്റ് എന്നുള്ള അർത്ഥത്തിലൊക്കെ വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരാറുണ്ട്. ഇതൊക്കെ 1500 വർഷം മുന്നേ മക്കയിലെ വിമർശകർ അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള നിഷേധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് പുതിയതായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. ഇതുവരെ ഒരു പള്ളിയിൽ അച്ഛനും ഉസ്താദും സ്വാമിയും മരിച്ചിട്ട് ആടെ പോയിട്ട് ഈടെ ഇങ്ങനെയാന്ന് വാട്സപ്പിൽ അയച്ചു തന്നെ നമുക്ക്. മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല. ഈടെന്ന് ഊഹം വെച്ചടിച്ച് വിടുന്ന ആകാശത്ത് അത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്. 47,27,23,412 നക്ഷത്രമുണ്ട്. കൃത്യം എല്ലാം ഗണ്ണിക്കോ ആർക്ക് എണ്ണാൻ പറ്റൂ. അതുകൊണ്ട് എന്തും പറയാലോ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയും ഇന്നോളം ആർക്കും പിടികിട്ടിയില്ല. അതുകൊണ്ട് അവിടെ സ്വർഗം, അവിടെ ജന്നത്തുൽ ഫിർദൗസ്, അവിടെ പിന്നെ പിന്നെ പറുദീസയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇരുന്നവരാ. ഇവിടുന്ന് പറഞ്ഞ പോയവരൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ഈ വീഡിയോയിലുള്ള പ്രതികരണം? ഇതിൽ ഒന്നാമത് അവർ പറയുന്ന ഒരു പ്രിമൈസ്, അവിടെ പോയിട്ട് ആരെയും തിരിച്ചു വന്നിട്ടുണ്ടോ? അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു സ്ഥലം എക്സിസ്റ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണത്. അങ്ങനല്ലല്ലോ. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത, നമ്മൾ പര്യവേക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒന്നും നടത്തിയിട്ടില്ലാത്ത, മനുഷ്യർക്ക് പരിചിതമല്ലാത്ത പല സ്ഥലങ്ങളും ഉണ്ടാകാം ഇന്നും ലോകത്ത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുമാത്രം വിഡ്ഢിത്താണ്. ഭൂമിയിൽ തന്നെ മനുഷ്യൻ എത്തിപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവാം. അപ്പോൾ കടലിന്റെ താഴേക്കൊരു പരിധിക്കപ്പുറം മനുഷ്യന് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്യാത്തതാണ് 90% കടൽ എന്ന് പലപ്പോഴും സമുദ്ര ഗവേഷകർ പറയാറുണ്ട്. അതിനർത്ഥം കടലിന്റെ അടിത്തട്ടില്ല എന്നോ ഒന്നും അങ്ങനെ ഒരു ലോകം ഇല്ലാന്നോ അല്ലല്ലോ. അതേസമയത്ത് തന്നെ നമ്മൾ ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്ത് നോക്കുകയാണെങ്കിൽ വേറെ കുറെ ഗ്രഹങ്ങളുണ്ട്. ആ എല്ലാ ഗ്രഹങ്ങളിലേക്കും മനുഷ്യർ പോയിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത, നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ഗ്രഹങ്ങളുണ്ടാവും. മനുഷ്യർ സാധ്യത തള്ളിക്കളയാൻ എത്തിയ ഒരു ബഹിരാകാശത്തിന്റെ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ലിമിറ്റ്. അതിനപ്പുറത്തേക്കാണ് ബഹിരാകാശത്തിന് 99.99% അതിനപ്പുറത്തേക്കാണ്. അതില്ല എന്ന് പറയാൻ ഒരിക്കലും അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അവിടെ നമ്മൾ പോയിട്ട് ആരെങ്കിലും തിരിച്ചു വന്നിക്കണോ എന്നൊക്കെയുള്ള ചോദ്യം ഭയങ്കര ബാലിശാണ്. ബാലിശാണ്. അതുപോലെ ഏലിയൻസിനൊക്കെ പറ്റി പറയാനുണ്ടല്ലോ. നമുക്കിപ്പോൾ ഏലിയൻസിനെ പറ്റി ഒരു തെളിവ് നമ്മുടെ മുന്നിലില്ല. അത് അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല. അതിനർത്ഥം ഒരാളൊന്ന് പറയാണ് അന്യഗ്രഹ ജീവികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, വെറുതെ പറയാണ്. കണ്ട് തിരിച്ചു വന്നവരുണ്ട്. കണ്ട് തിരിച്ചു വന്നവരുണ്ടോ, അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടോ, വീഡിയോ ഉണ്ടോ എന്നൊക്കെ നമ്മളത് ഓക്കെ, നമുക്കത് അത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ, നമുക്കതിനെ പറ്റിയുള്ള എക്സ്പോഷർ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്ന് പറയാം. അതെ, ആ ലിമിറ്റ് വരെ നമുക്ക് പോകാൻ കൂടിപ്പോയി പറ്റുള്ളൂ. നമുക്ക് അത്രേ പറയാൻ പറ്റും. അതെ, പരമാവധി. നമുക്ക് അറിയില്ല Yes, yes. ഇതിനെ പറ്റിയിട്ട്. ഇത് എക്സിസ്റ്റ് ചെയ്യണ്ടോ ഇല്ലേ നമുക്ക് അറിയില്ല. അതില്ല എന്ന് പറയുന്നത് ഒരുമാതിരി ബാലിശമായ വളരെ വെഡിത്തമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് ഇല്ല എന്ന് പറയാൻ ആക്ച്വലി ഒരു കാരണമല്ല, അല്ലെങ്കിൽ അവരില്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാരണങ്ങളും റീസണിങ്ങും വളരെ ബാലിശാണ്. പക്ഷെ നമ്മൾ ഉണ്ട് എന്ന് ഉറപ്പായിട്ട് പറയണം. നമ്മൾ ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് പരലോകം ഉണ്ട് എന്ന് പറയണം. അതിന്റെ കാരണം എന്താണ്? അപ്പോൾ നമ്മൾ പരലോകം ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മതത്തിന്റെ ഒരു വീക്ഷണത്തിൽ നിന്നാണല്ലോ അത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരീശ്വരവാദികൾ അത് വിശ്വസിക്കുന്നില്ല. അതേസമയം മതവിശ്വാസികൾ പരലോകത്തിൽ വിശ്വസിക്കുന്നു, ആ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് പരലോകത്തിൽ വിശ്വസിക്കുന്നു? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് മതം പറയുന്നു. മതം പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം മതം പറയുന്നു എന്ന് പറയൽ എപ്പോഴാണ്? ആ ദൈവം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, അതേപോലെ ദൈവം നിയോഗിച്ച പ്രവാചകന്മാർ അത് എന്തെങ്കിലും വിവരങ്ങളെ കുറിച്ച് അറിയിച്ചു തരുമ്പോൾ അത് മതത്തിന്റെ ഭാഗമായി വിശ്വസിക്കുന്നു. അത് ശരിയാണെന്ന് വിശ്വസിക്കാനുള്ള കാരണം ഇയാൾ മതത്തെ ശരിയാണെന്ന് മനസ്സിലാക്കുന്നതാണ്. എന്തുകൊണ്ട് പരലോകത്തിൽ വിശ്വസിക്കുന്നു വെച്ചാൽ മതം ശരിയാണ്, ആ മതം പരലോകത്തെ പറ്റി പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്നു. ആരെയും ഫസ്റ്റ് പിടിച്ചു വലിച്ച് നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കാൻ പറയാറില്ല. ഫസ്റ്റ് നിങ്ങൾ മതത്തിന്റെ അടിസ്ഥാനങ്ങൾ, മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഷഹാദത്ത് ചൊല്ലിയാലാണ് ഒരാൾ മുസ്ലിം ആയിട്ട് മാറുക. ഷഹാദത്തിന് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് അള്ളാഹുലുള്ള വിശ്വാസം, അതേപോലെ മറ്റുള്ള ആരാധ്യന്മാരെ നിഷേധിച്ചുകൊണ്ട് അതെ, ആ ഒരു വിശ്വാസം. അള്ളാഹുൽ ഏകമായി അവൻ മാത്രമാണ് ആരാധ്യം എന്നുള്ള വിശ്വാസം. 2 പ്രവാചകനുള്ള വിശ്വാസം. ഈ രണ്ടും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനാണ്. വേറെ കുറെ പ്രവാചകന്മാർ മുമ്പ് വന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ്. ഇനി ഒരു പ്രവാചകൻ വരാനില്ല എന്നുള്ള ഒരു കാര്യമാണ്, ഒരു കൺസെപ്റ്റാണ്. ഈ 2 കാര്യം വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒരാൾ മുസ്ലിമായി. അതെ. അവനോടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം ഈമാൻ കാര്യങ്ങളിൽ ബാക്കി 6 എണ്ണവും പറയുന്നത് മലക്കുകളിൽ വിശ്വാസമുണ്ട്, വേദഗ്രന്ഥങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഇതൊക്കെ പറയുന്നത് ഈ 2 കാര്യം അംഗീകരിച്ചവരാണ്. ഈ 2 കാര്യം എപ്പോഴൊക്കെ അംഗീകരിക്കാൻ പറ്റുക? അന്വേഷിക്കാം.
പടച്ചോണ്ടോ എന്ന് അന്വേഷിക്കാം, പടച്ചോന്റെ ഏകത്വത്തെ പറ്റി അന്വേഷിക്കാം. നമ്മൾ തന്നെ നമ്മുടെ അൺമാസ്കിംഗ് എത്തിയസം ചാനലിൽ തന്നെ, നമ്മുടെ അൺമാസ്കിംഗ് ആനിമൽസ് തീർച്ചയായിട്ടും. ചാനലിൽ തന്നെ നമ്മൾ മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദൈവാസ്തിത്വത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഇപ്പോൾ പല 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 ആളുകളും ഉന്നയിക്കാറുള്ള വിമർശനങ്ങളാണ്, എന്തുകൊണ്ട് നിങ്ങളുടെ മതം മാത്രം ശരിയെന്ന് നിങ്ങൾ പറയുന്നു, എന്ത് തരം വർത്താനാണ്, ഓരോരുത്തരും അവരുടെ ആശയമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് നിങ്ങളുടേതാണ് ശരിയെന്ന് പറയാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് തെളിയിക്കേണ്ടി വരും, എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ദൈവാസ്തിത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ശരിയാകുന്നത്. സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിജൻസി മുതൽ ബുറാക്ക് വരെ അതെ അതെ, വീഡിയോ ഒരു പോലെ ലോങ് വേറെയും കുറേ വീഡിയോ ആണ് അത്. അതൊരു ലോങ് വീഡിയോ ആണ്, ഏകദേശം 3 മണിക്കൂർ സംതിങ് ഉണ്ട്. അതേസമയം അതല്ലാത്ത വേറെയും ചില വീഡിയോകളിൽ ഇതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്, നമ്മുടെ ക്ലബ് ഹൗസ് ചർച്ചകളുണ്ട്, ദൈവാസ്തിത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഭാഗമായിട്ട് പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ഇതേ വീഡിയോയിലുണ്ട്. ബുറാക്ക് മുതൽ കണ്ടിജൻസി മുതൽ ബുറാക്ക് വരെ എന്നുള്ള ആ ചർച്ചയിലുണ്ട്. അതല്ലാത്ത വീഡിയോകളിലും നമ്മൾ പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനാണെന്നുള്ളതിന്റെ ഒരുപാട് Yes, തെളിവുകൾ അത് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരുപാട് തെളിവുകൾ. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യം ബോധ്യപ്പെടുന്ന ഒരാൾ, ഈ രണ്ട് കാര്യം അന്വേഷിച്ച് ബോധ്യപ്പെട്ടാൽ മതി. അന്വേഷിച്ച് ബോധ്യപ്പെടുന്ന ഒരാൾ പിന്നെ ആ സോഴ്സിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനെ സ്വീകരിക്കണം. Yes. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കറണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് കാര്യം പറയേണ്ടത് KSEB ആണ്. അപ്പോൾ നമുക്ക് KSEB പറയണം നമ്മുടെ അടുത്ത് ഇന്ന് രാത്രി പവർ കട്ട് ഉണ്ടാവും എന്ന് പറയണം, അല്ലെങ്കിൽ ഇത്ര സമയത്ത് നമ്മുടെ നാട്ടിൽ കറണ്ട് ഉണ്ടാവില്ല എന്ന് പറയണം. രണ്ട് കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാം. ഒന്ന്, KSEB ആണോ ഇത് പറയേണ്ടത്? Yes. രണ്ട്, KSEB തന്നെയാണോ പറഞ്ഞിട്ടുള്ളത്? ഇത് രണ്ട് കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വിശ്വസിക്കലാണ് വിശ്വസിക്കലാണ് ബാധ്യത. ലോജിക്കലായിട്ടുള്ള സാധനം. ഓഫ് കോഴ്സ്. അപ്പൊ ഈ മതം ശരിയാണോ എന്നുള്ള അന്വേഷിക്കാം. കാരണം മതത്തിന്റെ ബേസ് രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യവും ശരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മതം പറയുന്ന പരലോകം അടക്കമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കലാണ് യുക്തിപരം. Yes. കാരണം അതിന്റെ അടിസ്ഥാനങ്ങൾ ശരിയാണ്, അടിസ്ഥാനങ്ങൾ യുക്തിപരമാണ്, അടിസ്ഥാനങ്ങൾ വിശ്വസിക്കപ്പെടേണ്ടതാണ്. കാരണം യുക്തിപരമാണ്, അത് സത്യമാണ്. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കലാണല്ലോ ഒരു മനുഷ്യന്റെ സത്യാന്വേഷണത്തിനും വിജ്ഞാന സമ്പാദനത്തിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവം ഉണ്ട്, ദൈവത്തിന് ഇന്ന സവിശേഷതകളുണ്ട്, ദൈവം ഏകനാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതേപോലെ ഇന്ന വ്യക്തി പ്രവാചകനാണ്, മുഹമ്മദ് വിശ്വാസം പ്രവാചകനാണ്, എന്തുകൊണ്ട് പ്രവാചകനാകുന്നു, ആ പ്രവാചകത്വത്തിന്റെ തെളിവുകൾ എന്താണ്, ഇതെല്ലാം നമുക്ക് വ്യക്തമായ തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കുക. കാരണം വ്യക്തമായ തെളിവുകൾ എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തെ തെളിയിക്കുന്നതാണ്. പിന്നെ അവരിലൂടെ കിട്ടുന്ന ഈ വ്യക്തമായ തെളിവുകളിലൂടെ യാഥാർത്ഥ്യമായി മനസ്സിലാക്കുന്ന കാര്യം അതൊരു സോഴ്സ് ആയിട്ട് നമുക്ക് മനസ്സിലായി ശരിയാണെന്നുള്ളത്. പിന്നെ അവരിലൂടെ കിട്ടുന്ന നമുക്കറിയാത്ത കാര്യങ്ങൾ വിശ്വസിക്കുമ്പോഴേ ആ വിശ്വാസത്തോടെ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. മുസ്ലിം എന്ന് പറയുമ്പോൾ, ഇസ്ലാം എന്ന് പറയുമ്പോൾ കീഴ്പ്പിഴ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പ്രവാചകനും അള്ളാഹുവും പറയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാത്ത വിഷയങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും അവർ പറയുക. കാരണം നമുക്ക് അറിയുന്ന വിഷയങ്ങൾ പറയാനല്ലോ പ്രത്യേക സംവിധാനം പഠിച്ച് ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും കൂടുതലായിട്ടും പറയുന്നത് നമുക്ക് അറിയാത്ത വിഷയങ്ങളായിരിക്കും. ഗൈബ് എന്ന് പറയും നമ്മൾ ഇസ്ലാമികമായി, അദൃശ്യമായിട്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അറിവുകൾ. അപ്പോൾ ആ അറിവുകളെ പറ്റി അവർ പറയുമ്പോൾ അത് സ്വീകരിക്കലാണ് ആ സബ്മിഷൻ. അല്ലെങ്കിൽ മാത്രമല്ല ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് അതും ശരിക്കും ലോജിക്കലി നമുക്ക് എത്തിച്ചേരാൻ ഒരു കൺസെപ്റ്റാണ്. ദൈവം സർവ്വജ്ഞാനിയാണെന്നുള്ളതാണ്. അതെ. അപ്പോൾ ദൈവം സർവ്വജ്ഞാനിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ സർവ്വജ്ഞാനികളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. നമുക്ക് പല ന്യൂനതകളുണ്ട്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണെങ്കിൽ പോലും അവരുടെ അറിവിന് പരിമിതിയുണ്ട്. മനുഷ്യന്റെ ഒരു പരിമിതി എന്നുള്ള നിലയ്ക്ക് അവരുടെ അറിവിന് പരിമിതികളുണ്ട്. സമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പരിമിതികളുണ്ട് അറിവിന്. അപ്പോൾ ഇങ്ങനത്തെ പരിമിതികളൊക്കെ ഉള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവം എന്നൊരു സർവ്വജ്ഞാനി അത് ഉണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ, ആ ദൈവാസ്തിത്വം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സർവ്വജ്ഞാനിയുടെ ജ്ഞാനത്തെ അംഗീകരിക്കുക എന്നുള്ളത് യുക്തിപരമാണ്. തീർച്ചയായിട്ടും അപ്പോൾ ആ ജ്ഞാനത്തിന്റെ ഭാഗമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ പല കാര്യങ്ങളും അറിയാന്നുള്ളത്. അത് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായി മാറും. അതെ, അതൊരു വിശ്വാസിയുടെ ഗുണമായിട്ട് കൂടി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലദീന യുമിനൂന ബിൽ ഗൈബ് എന്ന് പറയുന്നുണ്ട്. അത് വിശുദ്ധ വലിയ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ. തീർച്ചയായിട്ടും അവിടെ പറയുന്നുണ്ട്, സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അത് ആവർത്തിക്കുന്നത് എന്തുകൊണ്ട് വെച്ചാൽ അതൊരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട, അത് അവന്റെ വിശ്വാസത്തിന്റെ ക്വാളിറ്റി തെളിയിക്കുന്നതാണ്. അവൻ എത്രത്തോളം എക്സ്റ്റെൻഡിൽ പടച്ചവനെ വിശ്വസിച്ചിട്ടുണ്ട്, എത്രത്തോളം എക്സ്റ്റെൻഡിൽ പ്രവാചകനെ വിശ്വസിച്ചിട്ടുള്ളതാണ്. convinced ആയിട്ട് യെസ് യെസ് പടച്ചവനുണ്ട് എന്നതിലും മുഹമ്മദ് വിശ്വാസം പ്രവാചകനാണെന്നുള്ളതിലും എത്രത്തോളം അവന് ബോധ്യം വന്നിട്ടുണ്ട്. അതെ അതെ. ദൃഢമായ ഒരു ബോധ്യം. ജസ്റ്റ് ഇന്ന കുടുംബത്തിൽ ജനിച്ചു, അതല്ലെങ്കിൽ ഇന്ന സമൂഹത്തിന്റെ ഭാഗം, അറബി പേരുണ്ട്. അറബി പേരുണ്ട്, അതുകൊണ്ട് ഇതിലൊക്കെ വിശ്വസിക്കുന്നു എന്നതിനപ്പുറം ദൃഢമായ ബോധ്യങ്ങളിലൂടെ ഇത് വിശ്വസിച്ചു. സ്വാഭാവികമായിട്ടും ദൈവമുണ്ട്, പ്രവാചകൻ ശാസ്ത്രങ്ങളുടെ പ്രവാചകത്വം ഇതൊക്കെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതോടുകൂടി അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ സർവ്വജ്ഞാനിയിൽ നിന്ന് വരുന്ന വാർത്തകൾ അവൻ അതിന്ന് വരുന്നതാണോ എന്ന് പരിശോധിക്കുന്നു. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനത് വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നു. അതൊരിക്കലും യുക്തിക്ക് എതിരായ ഒരു സാധനമല്ല. അതെ, പലപ്പോഴും ഈ ഇതേ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് ഈ പരലോകത്തെ വിമർശിക്കുന്ന, പരലോകത്തെ എതിർക്കുന്ന ആളുകൾക്ക് അവർക്ക് ലളിതമായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം കഥയിലൂടെ പറയാറുണ്ട്. ഒരു കുളത്തെ സങ്കല്പിക്കുക. ആ കുളത്തിനുള്ളിൽ കുറച്ച് മീനുകളുണ്ട്, ഒരു തവളയുണ്ട്. അപ്പോൾ ആ മീന് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ മീനിന്റെ മുന്നിലേക്ക് ഒരു ചെറിയ ഭക്ഷണം വരികയാണ്. ആ ഭക്ഷണം ആക്ച്വലി ഒരു ചൂണ്ടയായിരുന്നു.
മീൻ അത് കഴിക്കാൻ പോകുന്ന പക്ഷെ സമയത്ത് മീനത് അറിയില്ല ആ അത് ചൂണ്ടയാണെന്നുള്ളത്. അറിയില്ല, ഒരു ഭക്ഷണമായിട്ട് മീൻ അത് കഴിക്കാൻ പോവാണ്. അപ്പോൾ ആ സമയത്ത് ആ തവള മീനിനോട് പറയാണ്, മീനത് കഴിക്കണ്ട, അതൊരു ചൂണ്ടയാണ്. ആ കാരണം തവളക്ക് കരയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം. അതെ ഒരു ആംഫിബിയൻ ആണ്, കരയിലുണ്ടാവും യെസ്, വെള്ളത്തിലുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് തവള പറയാണ് അത് കഴിക്കണ്ട, അതിന് അപ്പുറത്തൊരു ഒരു ഏഹ്, ചൂണ്ടയുണ്ട്, ആ ചൂണ്ടയുടെ പിന്നിലൊരു മനുഷ്യനുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മീനിനെ പിടിക്കാൻ വേണ്ടി വരുന്ന ആളാണ്. അപ്പോൾ അവൻ മീനിനെ പിടിച്ചു കൊണ്ടുപോയി ഭക്ഷണമായിട്ട് കഴിക്കും, അവൻ്റെ ശീലം അതാണെന്ന് പറയാണ്. അപ്പോൾ ഈ മീനിന് 2 ഓപ്ഷൻ ഉണ്ട്. ഈ വീഡിയോ പറഞ്ഞതുപോലെ ഏതെങ്കിലും മീന് ചൂണ്ടയിൽ പോയി പിടിച്ച് തിരിച്ചു വന്നിട്ടുണ്ടോ? തിരിച്ചു വന്നിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയുള്ള ഹോൾ ഇൻഫർമേഷൻ ഉണ്ട് നമ്മളെ കയ്യിൽ. അതെ, അതെ. അപ്പോൾ നമുക്കറിയാം മീനിന്റെ ചോദ്യമേ പൊട്ടത്തരാന്നറിയാം. അതെ. മീന് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തവള പറഞ്ഞത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഉം. എങ്ങനെ അംഗീകരിക്കാം? നേരത്തെ പറഞ്ഞ പോലെ തവളയുടെ പരിശോധിക്കാം. അറിവ് പരിശോധിക്കാം. യെസ്, തവളക്ക് ഇതിനെപ്പറ്റി അറിയാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കാം. അത് തവളന്റെ പ്രകൃതം അന്വേഷിക്കുമ്പോൾ മീനിന് മനസ്സിലാവും തവള ഈ കുളത്തിലില്ലാത്ത കുറച്ച് സമയങ്ങളുണ്ട്. അപ്പോൾ തവള അതെ. കരയിലേക്ക് പോകുന്നുണ്ടെന്ന് അറിയാം. ഉം. അപ്പോൾ കരയിലേക്ക് പോകുന്ന തവളയെ സംബന്ധിച്ച് ആ തവള അങ്ങനെ മനുഷ്യനെ പറ്റി അറിയാനും അവൻ്റെ ഭക്ഷണത്തെ പറ്റി അറിയാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ തവളക്ക് ഇതിനെപ്പറ്റി അറിയാനുള്ള സാധ്യത ഉണ്ട്. ഒന്ന്, തവളക്ക് ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതെ, ഒരു മീനിനേക്കാളും കൂടുതൽ ഒരു വെള്ളത്തിനടിയിലുള്ള ഇൻഫർമേഷൻ യെസ്, അപ്പുറം ഒരു ഇൻഫർമേഷൻ തവളക്കുണ്ട്. അത് കിട്ടും. മീനിനില്ല. മീനിന് അഡ്വാൻറ്റേജ് യെസ് ഇല്ല. യെസ്, മീനിനേക്കാൾ അപ്പുറത്താണ് തവള എന്നുള്ളൊരു അതെ, ബോധ്യം. രണ്ടാമത്തെ കാര്യം, പ്രധാനമായിട്ടുള്ള കാര്യമാണ്, തവള ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല. കളവ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. അത് അന്വേഷിക്കാം. അതുമില്ലെങ്കിൽ അവിടെ മീനിന്റെ ഏറ്റവും ലോജിക്കൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ തവളെ സ്വീകരിക്കാം, തവളയുടെ അനുസരിക്കുക അഭിപ്രായം എന്നുള്ളതാണ്. സ്വീകരിക്കാന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ഉം. പരലോകം ഉണ്ട് എന്ന് ഒരാൾ പറയുമ്പോൾ ഓക്കെ പരലോകം ഉണ്ട്, അങ്ങനെയല്ല. അന്വേഷിക്കണം. പക്ഷെ അന്വേഷിക്കണത് നമുക്ക് എത്തിപ്പെടാൻ ഇപ്പോൾ ആ. മീനിന് ഒരിക്കലും പോയിട്ട് നേരെ മനുഷ്യനെ പറ്റി അന്വേഷിക്കാൻ പറ്റൂല. ഉം. അപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത കാര്യത്തിൽ ഡയറക്റ്റ് ആയിട്ട് അന്വേഷിക്കുക എന്നുള്ളതല്ല. അത് പറയാനുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കുക. ആ കാരണത്തെ പറ്റി നമുക്ക് അന്വേഷിക്കാൻ പറ്റും. ഇവിടെയാണെങ്കിൽ പ്രവാചകന്റെയും ഇസ്ലാം റിലീജിയന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഫോൾസിഫിബിലിറ്റി ഉണ്ട്. ഇസ്ലാം തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും. ഈ 2 കാര്യം തെറ്റാണെന്ന് തെളിയിച്ചാൽ മതി. അതെ. പടച്ചോൻ ഉണ്ട്, പടച്ചോൻ ഏകനാണ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്, അവസാനത്തെ പ്രവാചകനാണ്. ഈ കാര്യം തെറ്റാണെന്ന് തെളിയിച്ചാൽ ഇസ്ലാമിന് തെറ്റാണെന്ന് നമുക്ക് തെളിയിക്കാം. അത് ശരിയാണെന്ന് തെളിയിച്ചാൽ ഇസ്ലാം ശരിയുമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ശരിയാണെന്ന് തെളിയിച്ചാൽ അതിനർത്ഥം ബാക്കി ഇസ്ലാം പറയുന്ന എല്ലാം ശരിയാണെന്നുള്ളതാണ്, ഇൻക്ലൂഡിങ് പരലോകത്തിന്റെ കാര്യം. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഉത്തരം. ഇനി ഈ വിശ്വാസം കൊണ്ട് മനുഷ്യകുലത്തിനുണ്ടാകുന്ന ഒരു ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ ഈ വിശ്വാസം കൊണ്ടു നടക്കുന്നതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് മനുഷ്യനുണ്ടാവുക? ഇപ്പൊ മനുഷ്യർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മള് സാധാരണ ഇപ്പോൾ പല ആളുകളും പരലോകത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ല. ജസ്റ്റ് ഒരു സമൂഹത്തിലൊരു അംഗം, ഒരു പൊളിറ്റിക്കൽ അനിമൽ എന്നുള്ള രൂപത്തിൽ ജീവിച്ചു പോകുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ചില നന്മകൾ ചെയ്യുന്നു. ഒരു പാവപ്പെട്ടവൻ വന്ന് ഭക്ഷണം ചോദിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാകും. ഓക്കെ, അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നിരീശ്വരവാദികളും ദൈവത്തിൽ വിശ്വസിക്കാത്തവരും പരലോകത്തിൽ വിശ്വസിക്കാത്തവരും എല്ലാം ചിലപ്പോൾ നന്മകൾ ചെയ്യാം. ഐ മീൻ നമ്മൾ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നന്മകളായിട്ട് കാണുന്ന പല കാര്യങ്ങളും അവർ ചെയ്യാൻ ഈ സാധിക്കും. സെൽഫ് സാറ്റിസ്ഫാക്ഷനെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. ആ, self എല്ലാവർക്കും ഉള്ളിൽ ശുദ്ധ പ്രകൃതിയുണ്ട്, Yes. ഫിത്രയുണ്ട്. ആ ശുദ്ധ പ്രകൃതിയിൽ എല്ലാവരും നന്മക്കുള്ള ഒരു ചോദന എല്ലാവരും ഉള്ളിലുണ്ടെന്നുള്ളത്. നമ്മൾ മറ്റൊരാളുടെ ഒരു പ്രയാസം കാണുമ്പോൾ സഹതാപം തോന്നുക, Yes. ഇത് നമ്മുടെ ഫിത്രത്തിന്റെ ഒരു പ്രകൃതിപരമായ ഒരു സവിശേഷതയുടെ ഭാഗമാണെന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നാൽ അതേസമയം ആ പ്രകൃതിപരമായ സവിശേഷതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ മനുഷ്യന് കഴിയും. തീർച്ചയായിട്ടും. അവന്റെ സ്വതന്ത്രമായ ഇച്ഛ കാരണം, അവന്റെ ഫ്രീ വില് കാരണം. ഇപ്പോൾ ഒരു മനുഷ്യനെ ഏറ്റവും ക്രൂരനാക്കാൻ കഴിയും. അങ്ങനത്തെ എത്രയോ ക്രൂരന്മാരായിട്ടുള്ള ആളുകളെ നമുക്ക് ചരിത്രത്തിലറിയാം, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ക്രൂരതകളും. അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകളെയും നമുക്കറിയാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇൻ കേസ് ഇവൻ നന്മകളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നന്മ ചെയ്യാൻ സാക്രിഫൈസുകൾ ചെയ്യേണ്ടി വരും. നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു സുഖങ്ങൾ നമുക്ക് ബലി നൽകേണ്ടി വരും. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വിശന്ന് പ്രയാസപ്പെടുന്നുണ്ട്, നമുക്കും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെന്ന് വിചാരിച്ചോ. ആ പ്രയാസത്തിനിടയിലും മറ്റൊരാളെ സഹായിക്കണം എന്നൊരു നിരീശ്വരവാദി ബോധത്തിൽ നിന്ന്, ഒരു നിരീശ്വരവാദി വീക്ഷണത്തിൽ നിന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. നീ ഇന്ന കാരണങ്ങൾ കൊണ്ട് അയാളെ സഹായിക്കണമെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല, പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഒരു മതവിശ്വാസിക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. കാരണം എന്താ, നമുക്ക് ഈ ദുനിയാവിൽ, നമുക്ക് ഈ ഇഹലോകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബലി കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ത്യജിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ആ ത്യാഗത്തിന്റെ പേരിൽ നമുക്കൊരു റിവാർഡ് കിട്ടാനുണ്ട്. അത് ഈ പരലോകത്തിലെ വിശ്വാസം അവിടെയാണ് കണക്റ്റഡ് ആവുന്നത്. അതായത് ഞാൻ മറ്റൊരാൾക്ക് നന്മ ചെയ്യുമ്പോൾ
എനിക്ക് ചിലപ്പോൾ ഈ ലോകത്ത് ചിലപ്പോൾ അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകും. ചില സമയത്ത് നമ്മൾ നന്മകൾ ചെയ്ത ആളുകൾ തിരിച്ചിങ്ങോട്ട് കൊത്താറുണ്ട്. ഉം. ഒരു അന്നം കൊടുത്ത അതെ. കൈക്ക് കടിക്കാന്ന് പറഞ്ഞ Yes, yes. സംഗതി അത് നടക്കാറുണ്ട്. അപ്പോൾ ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിരാശയാണ് ഉണ്ടാവുക. ഒരു ഈ നിരീശ്വരവാദി നന്ദി perspective കെട്ടവൻ അതെ എന്നൊക്കെയുള്ള പ്രയോഗം ഒരു വരുന്നത് നന്ദി അവിടെയാണ്. കെട്ടവൻ എന്ന പ്രയോഗം വരും. പക്ഷേ അതൊന്നുമല്ല. ഒരു മതവിശ്വാസിയാണെന്ന് വിചാരിക്കുക. പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ദൃഢബോധ്യമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നു. മറ്റേ ആൾ തിരിഞ്ഞു കൊത്തുന്നു. അവന്റെ ഒരു എന്നിട്ടും ഇയാളെ പ്രയാസമല്ല. സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രയാസം തീർച്ചയായും ഒരു മാനസികമായ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. പക്ഷേ അതൊരു വലിയ പ്രയാസമായി തോന്നില്ല. അയാളെ സംബന്ധിച്ച് ഒരു ഡിപ്രഷൻ, ഒരു ഭയങ്കര നിരാശ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ അയാൾ പോകില്ല. അവൻ നേരെ ആ മറിച്ച് അയാൾക്കൊരു പ്രവർത്തനത്തിൽ നിന്ന് ഹോപ്പുണ്ട്. യെസ് യെസ് അയാൾക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രവർത്തനത്തിൽ നിന്ന് അയാളെ പിന്നിലേക്ക് വലിക്കാതെ അതേ അതെ. പ്രവർത്തനത്തിൽ തുടരാൻ തുടരാൻ അയാൾക്ക് അയാളെ മോട്ടിവേഷൻ പ്രേരിപ്പിക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ അത് കാരണം ഉപദ്രവങ്ങൾ നേരിട്ടുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ഒരു പാവപ്പെട്ടവൻ വന്ന് ചോദിച്ചാൽ അവന് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അവനെ സഹായിക്കണം എന്നൊരു ചിന്ത ഒരു മതവിശ്വാസിയിൽ എപ്പോഴും മരണം വരെ അത് നിലനിർത്താൻ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പ്രധാനമായും പരലോക വിശ്വാസത്തിനും കഴിയുന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ യെസ് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം മുഹമ്മദ് വിശ്വാസത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലൊരു പാവപ്പെട്ട ഒരാൾ വന്നിട്ട് മുഹമ്മദ് വിശ്വാസമയോട് അന്ന് ആ സദസ്സിൽ മുഹമ്മദ് വിശ്വാസത്തിന്റെ ശിഷ്യന്മാരായ സ്വഹാബിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ടവൻ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വിശപ്പാണ്, എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, എനിക്ക് കുറച്ച് ഭക്ഷണം വേണം. മുഹമ്മദ് വിശ്വാസത്തിൻ്റെ അടുത്ത് ഭക്ഷണം ചോദിച്ചപ്പോൾ മുഹമ്മദ് വിശ്വാസം വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് ഭാര്യമാരുടെ അടുത്തേക്ക് ദൂതന്മാരെ അയക്കുകയാണ്, ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. എല്ലാ ഭാര്യമാരും പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണമല്ല. ഭാര്യമാരും ദാരിദ്ര്യത്തിലാണ്. യെസ് നബി സല്ലല്ലാഹു വീട് തന്നെ ദാരിദ്ര്യത്തിലാണ്. ആ സമയത്ത് മുഹമ്മദ് വിശ്വാസമ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, സഹാബ് നിങ്ങളിൽ ആരെങ്കിലും സ്വഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും ഇദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുമോ, ഇദ്ദേഹത്തെ ആദരിക്കുമോ, ഇദ്ദേഹത്തിന് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുമോ? അങ്ങനെ അദ്ദേഹത്തെ ഒരു അൻസാരിയായ സഹാബി എന്ന് പറഞ്ഞാൽ മദീനയിലുണ്ടായിരുന്ന ഒരു സഹാബി, ആ സഹാബി ഏറ്റെടുത്തു, ഞാൻ കൊണ്ടുപോകാം, എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകാം, എൻ്റെ അതിഥിയായിട്ട് അദ്ദേഹം വന്നോട്ടെ. എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അതിഥിയാണ്. ഈ അതിഥിയെ എന്തൊക്കെ കൊടുക്കാൻ കഴിയുമോ, എങ്ങനെയൊക്കെ അയാളെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക. അയാൾക്ക് ആവശ്യമുള്ളത്ര ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണമേ ബാക്കിയുള്ളൂ, നമുക്കുള്ള ഭക്ഷണം പോലും ഇല്ല, നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഭർത്താവ് ഉപദേശിക്കുകയാണ് ഭാര്യയെ, മക്കളെ കിടത്തി ഉറക്കിക്കോ, ഒരു രാത്രിയത്തെ കാര്യമല്ലേ, ഈ മക്കളെ ഉറക്കിക്കോ, നമ്മളും ഭക്ഷണം കഴിക്കണ്ട, എന്നിട്ട് നമുക്ക് ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് വിളക്കണക്കാം. കാരണം ഇദ്ദേഹം കാണരുത് നമ്മൾ പട്ടിണി കിടക്കുകയാണ് ഇന്ന് രാത്രി. യെസ് യെസ് നമ്മളിവിടെ ത്യജിക്കാം അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ റസൂലിന്റെ അതിഥിക്ക് വേണ്ടി, പരലോകത്തിനും കൂടി വേണ്ടി. പരലോകത്തിന് വേണ്ടി, പരലോകത്തിലെ പ്രതിഫലത്തിന് വേണ്ടി നമുക്കിവിടെ ത്യജിക്കാം. എന്നിട്ട് ആ മനുഷ്യൻ അങ്ങനെ ചെയ്യാണ്. ആ കുടുംബം അന്ന് രാത്രി പട്ടിണിയാണ്. ആ അതിഥി വിചാരിക്കുന്നുണ്ട്, ആ അണക്കപ്പെട്ടിട്ടുണ്ട്, ഇയാളൊന്നും കാണുന്നില്ല, കാറ്റത്ത് അണഞ്ഞു പോയതാണെന്ന് വിചാരിക്കുന്നത്. ഇയാൾ വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇയാൾ സംതൃപ്തനാണ്. ഒരു പാവപ്പെട്ടവൻ സംതൃപ്തനാണ്. പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ കുടുംബം എസ്പെഷ്യലി ഈ ലോകത്ത് ഒരു മനുഷ്യനും കാണുന്നില്ല എന്നുള്ളതാണ്. അതെ അതെ ഒരാളും ഇത് തിരിച്ചറിയുന്നില്ല. പ്രവാചകനോട് പോലും ഈ സ്വഹാബി ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അഥവാ yes. കംപ്ലീറ്റ്ലി നേരത്തെ പറഞ്ഞ ഗൈബ് അതെ പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ മുഴുവൻ ആ പരലോകത്തുള്ള അതെ റിവാർഡ് അതെ മാത്രമാണ്. യെസ് ആരുടെയെങ്കിലും അടുത്തു നിന്നുള്ള അംഗീകാരങ്ങളോ അഭിനന്ദനങ്ങളോ കൈകൊട്ടലുകളോ അല്ല ഒന്നുമല്ല അദ്ദേഹം ഒന്നും പ്രതീക്ഷിക്കുന്നത്. ഒന്നുമല്ല. ഈ അതിഥി പോലും അത് അറിയുന്നില്ല. അതെ അതെ ആർക്കാണോ ഉപകാരം ചെയ്യുന്നത് അയാളോട് പോലും അത് പറയുന്നില്ല. അങ്ങനെ ഉപകാരം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി പരലോക വിശ്വാസത്തിലല്ലാതെ എങ്ങനെ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. സംഭവിക്കൂല. അത് ഇപ്പോ എന്നിട്ട് മുഹമ്മദ് വിശ്വാസയുടെ അടുത്തേക്ക് പിറ്റേ ദിവസം ഇദ്ദേഹം പോകുന്നുണ്ട്. ഇത് പറയാൻ പോയതല്ല. അതെ സാധാരണ മുഹമ്മദ് വിശ്വാസമെ പ്രവാചക മുന്നേ വഹിയിലൂടെ അറിഞ്ഞിട്ട് ദൈവിക ബോധനത്തിലൂടെ അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ദൈവം നിങ്ങളുടെ വിഷയത്തിൽ സംതൃപ്തിപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു വചനം തന്നെ ഇറങ്ങി. 59 അധ്യായം സൂറത്തുൽ ഹശ്റിലെ 9-ാമത്തെ വചനം. വയസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് സ്വയം പ്രയാസം ഉണ്ടെങ്കിലും, അവർ ഭയങ്കര കഷ്ടപ്പാടിലാണെങ്കിലും, അവർ സ്വന്തം മനസ്സുകളേക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു. എന്ത് മനോഹരമായ ആശയം. ഇതേ ആശയങ്ങൾ ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഏറ്റവും വലിയ ടാസ്ക് കംപ്ലീഷൻ എന്താന്ന് വെച്ചാൽ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ആ സഹായത്തെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഇപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് ബലദിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് മലമ്പാത കടക്കാൻ തയ്യാറാവാത്തത്? അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല? യെസ് 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 അതായത് ദൈവത്തിന്റെ മാർഗത്തിൽ എന്തുകൊണ്ട് ചില പ്രയാസങ്ങൾ, വലിയ വലിയ ടാസ്കുകൾ നിങ്ങൾക്ക് ഏറ്റെടുത്തുകൂടാ? എന്നിട്ട് ദൈവം ചോദിക്കും, ഒഴുക്കിൽ ജീവിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നാണ്. ഒമാ അദ്റാക്കുമൽ അഖബ, നിനക്ക് എന്താണ് ആ മലമ്പാത എന്ന് അറിയുമെന്ന് ചോദിച്ചിട്ട് പടച്ചോൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് ഫക്കുർ അഖബയാണ്.
അപ്പോൾ നിങ്ങൾ അടിമകളെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ വണസഹായമാർക്ക് അന്നത്തെ കാലത്ത് അടിമകളുണ്ടല്ലോ. സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാം. പക്ഷെ പടച്ചോൻ പറയാണ് നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാൽ പോരാ. നിങ്ങൾ കാണാത്ത അടിമകളെ കാണണം, അവരെ പോയി മോചിപ്പിക്കണം. ഔ ഇത്ആമു ഫി യൗമിൻ ദി മസ്ഗബ, പട്ടിണിയുള്ള ദിവസങ്ങളിൽ മറ്റുള്ളവർ ഊട്ടണം. നമ്മൾക്ക് സുഭിക്ഷമായി കഴിക്കാനുണ്ടാകുമ്പോൾ മറ്റുള്ളവർ ഊട്ടണം എന്നല്ല, അതെ. പട്ടിണിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരെ പോയി ഊട്ടണം. എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മോട്ടിവേഷനും ഇല്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതീക്ഷയും കൊടുക്കാനില്ലാത്ത, വിശ്വാസപരമായ പ്രതീക്ഷ ലഭിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ത്യാഗങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇങ്ങനെ കുറെ വിശ്വാസികൾ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഈ മൂല്യങ്ങളൊക്കെ എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് വിശ്വാസികൾ ഉണ്ടാകണമെങ്കിൽ അതിനുകൊണ്ട് സമൂഹത്തിനാണ് ഗുണം. സമൂഹത്തിന് എത്രമാത്രം ആളുകൾ ഇങ്ങനെ, ഒരുപാട് ആളുകൾ ഇങ്ങനെ വിശ്വാസികളായിക്കൊണ്ട് ഈ വിശ്വാസത്തിന്റെ പേരിൽ മാത്രം സമൂഹത്തിൽ റിക്കഗ്നീഷനുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളോ ഒന്നും ആഗ്രഹിക്കാതെ ഇത് ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ തന്നെ എത്രത്തോളം വലിയ എഫക്റ്റ് ഉണ്ടാക്കും, എത്ര വലിയ സ്വാധീനം ഉണ്ടാക്കും, നല്ലൊരു രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളത്. ഇതിനർത്ഥം നമ്മൾ പറഞ്ഞത് ഇപ്പം ഇത്തരത്തിലുള്ള നന്മകൾ ഒരിക്കലും നിരീശ്വരവാദികൾ ചെയ്യില്ല എന്നല്ല. Yes. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലത്തെ വേറെ സാഹചര്യം എടുക്കുക. ഒരു വീടിനുള്ളിലേക്ക്, ഒരു കത്തുന്ന വീട്, ആ വീടിനുള്ളിലൊരു ജീവനുണ്ട്. ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചോ. പോകുമ്പോൾ 2 ഓപ്ഷൻ ഇയാൾക്കുണ്ട്. ഒന്നുകിൽ ഇയാളുടെ ജീവനും ആ ആളുടെ ജീവനും കൂടെ രക്ഷപ്പെടും. അല്ലെങ്കിൽ ഓക്കെ, എന്തായാലും ഉള്ളിലേക്ക് അയാൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ മറ്റേ ജീവൻ എന്തായാലും നഷ്ടപ്പെടും. ഉള്ളിലേക്ക് പോയി വന്നാൽ രണ്ടുപേരുടെ ജീവനും രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. രണ്ട് ജീവനും റിസ്കിലാണ്. രണ്ടുപേരുടെ ജീവൻ രക്ഷപ്പെടാനും ചാൻസ് ഉണ്ട്. രണ്ടുപേരുടെ ജീവിതം ഒപ്പം അപകടത്തിലാവാനും ചാൻസ് ഉണ്ട്. ഈ അപകടത്തിന്റെ റിസ്ക് എടുത്തിട്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നത് കൂടുതൽ ആർക്കാ? പരലോകത്ത് വിശ്വസിക്കുന്ന ഒരാൾക്കാണ്. തീർച്ചയായിട്ടും നിരീശ്വരവാദി പോകില്ല നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിന് പറ്റുന്നത് ഏറ്റവും കൂടുതൽ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആൾക്കും അതിന് മാനസികമായി സമാധാനം ഉണ്ടാകുന്ന അത്തരം ആളുകൾക്കാണ്. അവനവൻ്റെ സ്വന്തം മനസ്സിനെയും ഇപ്പോൾ ആ വ്യക്തിയുടെ കുടുംബക്കാരായ പരലോക വിശ്വാസികളുടെ മനസ്സിനും ഒക്കെ സമാധാനം കൊടുക്കണം. അപ്പോൾ അവൻ എന്ത് പറ്റിയാലും കാരണം ഇവൻ അവന് ഇനി അതിൽ അപകടം പറ്റിയാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തീർച്ചയായും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും. ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിലും വലിയൊരു പ്രതീക്ഷ, അതെ തീർച്ചയായിട്ടും ഒരു ലോകമുണ്ട്. ഇവിടെ പറ്റുന്ന എല്ലാത്തിനും, ഇവിടെ നമ്മൾക്കുള്ള ബുദ്ധിമുട്ടുകൾക്ക് എല്ലാത്തിനും, നന്മയുടെ വഴിയിൽ നമ്മളുടെ എല്ലാ ത്യാഗത്തിനും പ്രയാസങ്ങൾക്കും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ അതിനുള്ള പ്രതിഫലം നൽകുന്ന ഒരു ലോകമുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ പ്രതീക്ഷ കൊടുക്കുമ്പോഴേ ഇവിടെ അഡ്വഞ്ചേഴ്സും ഇവിടെ ത്യാഗങ്ങളും സാക്രിഫൈസും ഒക്കെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പം അത് ഈ പരലോക വിശ്വാസത്തിന്റെ വളരെ ഈ പ്രധാനപ്പെട്ട പരലോക വിശ്വാസം ഇല്ലാതായാൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റും ഉണ്ട്. അതായത് ഇങ്ങനത്തെ സാക്രിഫൈസുകൾക്ക് ആരും തയ്യാറാവില്ല. മനുഷ്യരിൽ ഭൂരിഭാഗവും സ്വാർത്ഥരാകും എന്നുള്ളൊരു കാര്യം. പൊതുവെ മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ സ്വാർത്ഥതയാണ്. പക്ഷെ ഈ സ്വാർത്ഥതയെ മറികടക്കാൻ ഇത്തരത്തിലുള്ള പരലോക വിശ്വാസത്തിന് സാധിക്കുള്ളൂ എന്നാണ് ഞാൻ സ്വാർത്ഥതയെ ഉപയോഗിക്കാൻ സാധിക്കും. എന്റെ സ്വാർത്ഥമായ താല്പര്യം സ്വർഗം കിട്ടണം എന്നുള്ളതാണ്. എൻ്റെ സ്വാർത്ഥമായ താല്പര്യം എനിക്ക് സ്വർഗം കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കും, മറ്റുള്ളവരെ സഹായിക്കും. ഇർഹമു മൗഫിൽ ഇർഹമുക്കും മൗഫിസ് സമാ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. ആകാശത്തിലുള്ളവൻ്റെ കാരുണ്യമാണ് സ്വർഗം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എൻ്റെ സ്വാർത്ഥമായ താല്പര്യം സ്വർഗം കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നീ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. സ്വാർത്ഥതയിൽ പോലും മറ്റുള്ളവർക്ക് ആ സ്വാർത്ഥതയെ ഉപയോഗിച്ച് സാർത്ഥതയെ സാമൂഹ്യവൽക്കരിക്കുകയാണ് ഇസ്ലാം. ആക്ച്വലി ഇസ്ലാം അല്ലെങ്കിൽ മനുഷ്യനെ ക്രമീകരിച്ച പഠിച്ചവനാണല്ലോ മനുഷ്യനെ പറ്റിയുള്ള പൂർണ്ണമായിട്ട് അറിവുള്ളതും അവൻ്റെ സ്ട്രക്ചറിനെ പറ്റി പൂർണ്ണമായിട്ട് ധാരണയുള്ളതും. അപ്പം അവൻ മനുഷ്യൻ്റെ ഈ ഗുണത്തെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ ഒരു പ്രത്യേകതയെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധ്യതയെ അതിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സ്വാർത്ഥതയെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം, പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള മനോഹരമായൊരു വഴിയാണ് പരലോക വിശ്വാസം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിന് നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ചുരുക്കി പറയുകയാണെങ്കിൽ, ഒന്ന് ഇപ്പോൾ അവിടെ നമ്മൾ കണ്ട ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ പ്രിമൈസ് വളരെ ബാലിശമാണ്. ഒരു അടിസ്ഥാനമില്ലാത്ത, ഒരു ലോജിക്കും ഇല്ലാത്ത, ഒരു യുക്തിയില്ലാത്ത, വളരെ എന്താ പറയുക, വിഡ്ഢിത്തം നിറഞ്ഞ ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതേസമയം പരലോകത്തുള്ള വിശ്വാസം അതെന്തുകൊണ്ട് സാധൂകരിക്കപ്പെടുന്നു, എന്താണ് അതിൻ്റെ ന്യായം, ദൈവാസ്തിത്വമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാനങ്ങൾ, അതേപോലെ പ്രവാചകത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ അടിസ്ഥാനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ട് അതിലേക്ക് നമ്മൾ വിശദമായിട്ട് പോയിട്ടില്ല. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരലോകത്തിലുള്ള വിശ്വാസം സമൂഹത്തിൽ എത്രത്തോളം നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കും, നല്ലൊരു സ്വാധീനം ഉണ്ടാക്കും. അത് കാരണം സമൂഹത്തിൽ എത്രത്തോളം നന്മകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ മനുഷ്യൻ്റെ സ്വാർത്ഥതയെ മറികടക്കാൻ അത് എത്ര സഹായിക്കും. ഇങ്ങനത്തെ ഓരോ വിഷയങ്ങളാണ് പരലോകമായിട്ട് ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനപരമായി നമുക്ക് ഇതിനോട് ചേർത്തൊക്കെ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള നന്മകൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്വഹാബിൻ്റെ ജീവിതത്തിനാണെങ്കിൽ രഹസ്യമായിട്ടുള്ള നന്മകളാണ്. അപ്പോൾ രഹസ്യമായിട്ടുള്ള നന്മ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം. നമുക്ക് ഒരുപാട് ആളുകൾ നന്മ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. പല സമയങ്ങളിലും അത് സോഷ്യൽ സിറ്റുവേഷനിലാണ്. അതിനെ മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ.
അതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വീഡിയോസ് റീൽസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഉപകാരങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അവരുടെ പരലോകത്തിലെ എഫക്റ്റിനെ പറ്റിയല്ല പറയുന്നത്, സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ അത് കാരണമാകുന്നുണ്ട്. പക്ഷേ അത് രഹസ്യമായിട്ടുള്ള സമയങ്ങളിൽ അതുപോലെ തന്നെ റിപ്ലിക്കേറ്റ് ചെയ്തോളണമെന്നില്ല. അത് രഹസ്യമായ സമയങ്ങളിൽ അത് ആവർത്തിക്കാൻ ഈ പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് സഹായിക്കും. അതെ. കാരണം പടച്ചോൻ കാണുന്നുണ്ട്, ഈ പടച്ചോൻ്റെ അടുത്തേക്ക് ഞാൻ പോവും എന്നൊരു മനസ്സിലാക്കുന്ന വിശ്വാസം. രണ്ടെന്ന് പറഞ്ഞാൽ ദൈവിക കൽപ്പനകൾ, ജനറലി ദൈവിക കൽപ്പനകൾ, നന്മയിലേക്ക് നയിക്കുന്ന ദൈവിക കൽപ്പനകളെ അനുസരിക്കാനുള്ള ഒരു പ്രേരണ കൂടെയാണെന്ത് പരലോകം എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ ദൈവത്തെ അനുസരിക്കാൻ പറയുന്നതും സ്വർഗവും നരകവും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാടുണ്ട്. യെസ് ഇങ്ങനെ ഒരു അനന്തരഫലം നിങ്ങൾക്ക് കിട്ടാനുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. കോൺസിക്വൻസ് പറഞ്ഞുകൊണ്ട് ദൈവത്തെ അനുസരിക്കാൻ പറയുന്നത് രണ്ടും രണ്ടാണ്. ഉം. പടച്ചോന് വേണമെങ്കിൽ ഇത് അങ്ങനെ എല്ലാതെയും പറയാട്ടോ. പടച്ചോൻ എങ്ങനെയോ അത് പടച്ചോന്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി പറയാം. പക്ഷെ പടച്ചോൻ റിവാർഡ് വെച്ചുകൊണ്ട് പറയുന്നത് നമ്മളത് അനുസരിക്കാൻ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്, നമ്മളതിലേക്ക് കൂടുതൽ പ്രചോദിപ്പിക്കുന്നുള്ളതാണ്. പരലോക വിശ്വാസത്തിന്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ മാത്രമല്ല ഈ ജനറലി മനുഷ്യന്റെ അടിസ്ഥാനപരമായ കുറെ ഗുണങ്ങളുണ്ടല്ലോ. ഈ പല ഗുണങ്ങളുടെയും എന്താ പറയാ അടിസ്ഥാന തേട്ടങ്ങൾ യെസ് യെസ് മനുഷ്യന്റെ ഉള്ളിലുള്ള ഉൾവിളികൾ, അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ഒരു ലോകമുണ്ട്. ആ ഒരു ലോകം അതൊരു ഹോപ്പും കൂടെയാണ്. അതെ. നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലോകം ഇവിടെ കാണാൻ നമുക്ക് കഴിയൂല. ഇപ്പൊ മതവിശ്വാസികൾ മാത്രമല്ല, പൊതുവെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ലോകം നീതിയുള്ള ഒരു ലോകം, പരസ്പരം എല്ലാവരും സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കുന്ന ഒരു ലോകം, പരസ്പരം അക്രമങ്ങളില്ലാത്ത, ചൂഷണങ്ങളില്ലാത്ത ഒരു ലോകം. ഇതൊക്കെ നമ്മുടെ ഉൾവിളികളാണ്, മനുഷ്യന്മാർ എന്നുള്ള നിലക്കുള്ള ഉൾവിളികളാണ്. ഏതെങ്കിലും മതവിശ്വാസികളല്ലാത്തവർ ഇവരുടെ മാത്രം ഉൾവിളികളല്ല. അതിന് ഇംപ്ലിമെന്റ് ചെയ്യൽ എങ്ങനെ എന്ന വിഷയത്തിലാണ് വ്യത്യാസങ്ങളുള്ളത്. ഇതെല്ലാം എല്ലാവരുടെയും ലക്ഷ്യമാണ്. പക്ഷേ ഇതിലേത് ലക്ഷ്യവും എവിടെയും നടപ്പിലാകുന്നില്ല നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേരത്തെ പറഞ്ഞ ഉൾവിളികൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ, തേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നീതിയാണ്. നീതി പൂർണ്ണമായിട്ട് നടപ്പിലാകുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഏറ്റവും ചെറിയ ഉദാഹരണമാണെങ്കിൽ ഗസ. ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ ചെയ്ത ആ കൂട്ടക്കുരുതിക്ക് എങ്ങനെ നീതി നടപ്പിലാക്കാൻ കഴിയാം? ഈ ഫലസ്തീനികളുടെ ജീവിതം പഴയ പോലെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അല്ലെങ്കിൽ ഇസ്രായേലികൾക്ക് അതിന് തക്കതായ ശിക്ഷ കൊടുക്കാൻ പറ്റുമോ? ഇസ്രായേലികൾക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിന് കാരണമായിട്ടുള്ള ആളുകൾക്ക്, നെതന്യാഹുവിനോ അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തെ സഹായിച്ച ജോ ബൈഡൻ അടക്കമുള്ള മറ്റ് നേതാക്കൾക്കോ ഇതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം നീതി നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം സമയങ്ങളിലും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ചില കാര്യങ്ങളുടെ പൂർണ്ണത, മനസമാധാനം പൂർണ്ണമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം മനുഷ്യന് പലപ്പോഴും ആഗ്രഹമുള്ളതാണ്. അത് മെൻ്റൽ ഡിസോർഡർ ഉള്ള ആൾക്കാർക്കല്ലാതെ മനസ്സമാധാനം പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. മെൻ്റൽ ഡിസോർഡർ ഉള്ള ചില ആളുകൾക്ക് തീരെ ഒരു കാര്യത്തെ പറ്റി മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഫുൾ ടൈം ഒരു എക്സ്റ്റാറ്റിക് യൂഫോറിക് കണ്ടീഷൻ ആയിരിക്കും, ഫുൾ സന്തോഷമായിരിക്കും. അതല്ലാത്ത നോർമലായ ആളുകൾക്കൊന്നും ഇത് കിട്ടുന്നില്ല. ഈവൻ എലോൺ മസ്ക്, അതേപോലെ തന്നെ ബിൽ ഗേറ്റ്സ്, അവർ മുതൽ നമ്മളുടെ നാട്ടിൽ കവലകളിൽ നിൽക്കുന്ന ഭിക്ഷയാചിക്കുന്ന ആളുകൾ വരെയുള്ള ആളുകൾ, ഈ ശ്രേണിയിൽ ആരോ ആയിക്കോട്ടെ, അവർക്ക് സ്വബോധമുണ്ടെങ്കിൽ സമാധാനം കിട്ടുന്നില്ല. എല്ലാ സമയത്തും ഇടക്ക് കിട്ടുന്നുണ്ട്, അത് പോകുന്നുണ്ട്. സമ്പത്തുണ്ടെങ്കിലും സമാധാനമുള്ള സമയങ്ങളുണ്ടാവും, ഇല്ലാത്ത സമയങ്ങളുണ്ടാവും. ഫുൾ ടൈം സമാധാനം എന്നുള്ള കാര്യം കിട്ടുന്നില്ല. അതേപോലെ തന്നെ എപ്പോഴും സുഖങ്ങളുടെ പൂർണ്ണത, മനുഷ്യന് പലതരത്തിലുള്ള സുഖങ്ങളുണ്ടല്ലോ, ഈ പലതരത്തിലുള്ള സുഖങ്ങളുടെ പൂർണ്ണത എപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അത് കിട്ടുന്നില്ല. അപ്പം ഇതൊക്കെ പൂർണ്ണമായിട്ട് എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ആഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവന് ഈ വേൾഡിൽ നോക്കി അത് എങ്ങനെയും സാധ്യമാവും തോന്നില്ല. അപ്പോൾ മനുഷ്യൻ എന്താ, അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരം എന്താ? നിരാശയാണ്. ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അതിനൊരു സാധ്യതയും കാണുന്നില്ല. നിരാശ ഉണ്ടായാൽ മനുഷ്യൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും, മനുഷ്യൻ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കുറയും. അവിടെ അവന് വലിയൊരു ഹോപ്പ് കൊടുക്കുകയാണ്. ഇതെല്ലാം പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്ന ഒരു ലോകം വരും. അതും വെറുതെ പറയല്ല, നേരത്തെ പറഞ്ഞതുപോലെ വിത്ത് എവിഡൻസ് ആണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് വിശ്വസിക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ നടപ്പിലാകുന്ന ഒരു ലോകം വരും എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഹോപ്പ് അത്ര വലുതാണ്. അത് ഈ ലോകത്തെ കൂടുതൽ കർമ്മനിരതനാക്കും. യെസ്, പ്രൊഡക്ടിവിറ്റി കൂടെ കൂട്ടും, അവൻ്റെ മാനസിക ആരോഗ്യത്തെ ഉഷാറാക്കും, നല്ലതാക്കും, അവൻ്റെ ഈ ലോകത്തെ പ്രൊഡക്ടിവിറ്റിയെ കൂടി കൂട്ടുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ ഈ ലോകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ചു, പക്ഷെ പഠിച്ചിട്ടും ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ചില വിവേചനങ്ങൾ കാരണം അത് നിഷേധിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവർ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ജീവിതം തന്നെ അങ്ങനെ, രോഹിത് വെമുല ഉദാഹരണം, അത്തരത്തിൽ അനേകം ആളുകളുടെ സ്വന്തം ജീവൻ കൊടുക്കുന്ന ഒരു അവസ്ഥ, അത്രയും നിരാശയിലേക്ക് അവർ വഴുതി വീഴും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പരലോകത്ത് ഉറച്ച വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. ദുനിയാവ് ഇതിന്റെ എല്ലാം സമ്മിശ്രമാണ്. ഇതിന്റെ അനന്തരമായി ഇതിൽ നടക്കുന്ന പരീക്ഷണങ്ങളുടെ ഫലമായി അതിൽ നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനൊരു റിവാർഡ് കിട്ടാൻ പോകുന്നുണ്ട്. അത് തരുന്നൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷ നമുക്ക് ഇപ്പോൾ ആ പ്രതീക്ഷ ഉണ്ടാകുമ്പോഴാണ് ഇപ്പം നീ പറഞ്ഞ പോലെ
അവിടെ നമ്മൾ കർമ്മനിരതരാകാൻ തുടങ്ങാം അല്ലേ. ഇല്ലെങ്കിൽ ഞാൻ പഠിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല, ഇനിയിപ്പോൾ ഞാൻ പഠിച്ചിട്ടെന്താ എന്നൊരു നിലവാരത്തിലേക്ക് ആളുകൾ എത്തും. അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായി ഈ പ്രതീക്ഷ കൊടുക്കാൻ കഴിയാന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടിന് അപ്പുറം നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ ഈ എക്സ്പെക്റ്റേഷൻ അപ്പുറമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ളൊരു സാധ്യത വേണം. ആ സാധ്യതയെ കൂടിയാണ് പരലോകം തുറന്നു തരുന്നത് എന്നുള്ളതാണ്. അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഈ പരലോകത്തെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ ഖുർആൻ പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇഹലോക ജീവിതം പരലോകത്തെ സംബന്ധിച്ച് ഒന്നുമല്ല എന്നുള്ളത് പ്രവാചകൻ കടലിൽ വിരൽ മുക്കിയിട്ട് കാണിക്കുന്നുണ്ട്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ആ ഖുറൂർ. യെസ് ദുനിയാവ് ഒരു വഞ്ചിക്കുന്ന വിഭവം അല്ലാതെ മറ്റൊന്ന്. ഇതൊരു വഞ്ചിക്കുന്ന വിഭവമാണ്. അതായത് നിങ്ങൾ ഇന്ന ഇന്ന രീതിയിലൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന സ്ഥാനങ്ങളിലെത്താൻ കഴിയും എന്നതിനൊരു ഉറപ്പുമില്ല. നമ്മളത് ട്രൈ ചെയ്യാം, നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കാം. അത് കിട്ടിയാൽ ലക്കിയായി. ഇതിലെ റിസൾട്ടുകൾ നിങ്ങളൊരിക്കലും താഴ്ത്തുകയോ ഉയർത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, പ്രവാചക സ്ഥലം ഒരു കടലിൽ ഒരു വലിയൊരു വെള്ളത്തിന്റെ ഇതിൽ സ്രോതസ്സിൽ വിരൽ മുക്കിയിട്ട് പറയാണ്, ഈ തുള്ളിയാണ് ദുനിയാവിലെ ജീവിതം. അത്ര ഇതിന് വലുപ്പമുള്ളൂ. മറ്റേത് അത്രയും വരും. അപ്പൊ അതിനർത്ഥം എന്താണ്? നിങ്ങൾ ഇവിടെ തോറ്റോട്ടെ, ലീവ് ഇറ്റ്, അത് വിടുക, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. ആ കണ്ടിന്യൂവേഷനിലൊരു മോട്ടിവേഷൻ അത് ഭയങ്കര പ്രൊഡക്ടിവിറ്റി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. തോറ്റോട്ടെ പ്രശ്നമല്ല, കണ്ടിന്യൂ എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര മോട്ടിവേഷൻ സ്പീക്കർമാർ ഇതേ കണ്ടന്റ് പറയുന്നുണ്ട്. മുഹമ്മദ് ഉസ്താദിന്റെ ജീവിതം തന്നെ അതിന് ഉദാഹരണമല്ലേ. മുഹമ്മദ് ഉസ്താദ് അനാഥനായി വളർന്നു, ഉപ്പയും ഉമ്മയില്ല. തന്റെ വല്ലിപ്പയും മൂത്താപ്പയാണ് പിന്നീട് വളർത്തി. വല്ലിപ്പയ്ക്ക് ശേഷം പിന്നെ മൂത്താപ്പ വളർത്തി. അതിനുശേഷം നബിസ്വലാസ്ലാം കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം പ്രവാചകത്വം കിട്ടുന്നു. പ്രവാചകത്വം കിട്ടിയതിനു ശേഷം ആളുകൾ ഒറ്റപ്പെടുത്തുന്നു. ഐ മീൻ എത്ര നിരാശ ഉണ്ടാവും ആ സമയത്ത്. മുന്നോട്ട് പോകാൻ വേണ്ടി കുടുംബക്കാർ പോലും ഒറ്റപ്പെടുത്തുന്നു. ചില കുടുംബക്കാർ മാത്രം കൂടെ നിൽക്കും, വളരെ വളരെ ചുരുക്കം ചില കുടുംബക്കാർ മാത്രം. എന്നിട്ട് ആ കുടുംബക്കാരിൽ ചിലർ മുസ്ലിങ്ങളായിട്ടില്ലായിരുന്നു, അവരെ പോലും ബഹിഷ്കരിക്കുന്നു. അവർക്ക് മക്കയിലെ നഗരത്തിലുള്ള കടകളിൽ നിന്ന് സാധനം വാങ്ങാൻ കഴിയില്ല, അവർക്ക് വേണ്ട ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങാൻ കഴിയില്ല, അവർക്കൊന്നും വാങ്ങാൻ കഴിയില്ല. ആളുകൾ അവരുമായിട്ട് ഒന്നിലും സഹകരിക്കില്ല, സംസാരിക്കാൻ പോലും സന്നദ്ധരല്ല. ഇങ്ങനെ ഒരു ബഹിഷ്കരണം അത് മുഹമ്മദ് നബി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച വിശ്വാസികൾ മാത്രമല്ല നേരിട്ടത്, സ്വന്തം കുടുംബത്തിൽ അവിശ്വാസികൾ വരെ നേരിട്ടു. ഭയങ്കരമായിട്ട് ഒരാൾ ട്രോമാറ്റൈസ് ചെയ്യേണ്ട സാധനം. ഞാൻ കാരണം എന്റെ എളാപ്പ ബുദ്ധിമുട്ടുന്നു, അത് വിശ്വാസിയല്ലാത്ത അവരുടെ മതത്തിൽപ്പെട്ട ഒരാളാണ്, എന്നിട്ട് എന്റെ എളാപ്പ ഇങ്ങനെ ഒരു നബിസ്വലാസ്ലാമയുടെ ഈ ഒരു സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തിയാൽ ഇതിനു ശേഷം ഇവിടെ നിൽക്കണ്ടോ? ഇല്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു ചില ശിഷ്യന്മാർ വളരെ ക്രൂരമായി കൊല്ലപ്പെടുന്നു. ചില ശിഷ്യന്മാരുടെ ശരീരത്തിൽ നിന്നും മാംസത്തെ എല്ലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു ഇരുമ്പിന്റെ ചീർപ്പുകളെ കൊണ്ട്. ശരീരത്തിൽ എല്ല് മുളച്ച് കാണായിരുന്നു, കുഴികൾ കാണായിരുന്നു, മാംസം പോയി അവിടെ എല്ല് കാണായിരുന്നു, നേർക്ക് നേരെ എല്ല് കാണായിരുന്നു. കാരണം പുതപ്പിട്ടായിരുന്നു സഞ്ചരിക്കുക. അത്രയേറെ പീഡിപ്പിക്കപ്പെട്ടു. അവസാനം ഹൃദയം തകർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് സ്വന്തം നാടിനെ വിട്ടു പോകുന്നു. അതൊന്നും ആലോചിച്ചു ആ ഒരു സന്ദർഭം. എന്നിട്ട് നബിസ്വലാസ്ലാം നിരാശനായില്ല. എന്തുകൊണ്ട് ഇത്രയും നിരാശ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, മോട്ടിവേഷൻ താഴ്ത്താൻ പറ്റുന്ന ഇത്ര സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിനെ ബോധറിയണ്ട, ഇതല്ല ലൈഫ്, ഇതിനേക്കാൾ എത്രയോ വലിയൊരു ലൈഫ് വരാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മോട്ടിവേറ്റ് ചെയ്യുക. കൂടിയായിരുന്നു. അപ്പൊ ഈ ഒരു മോട്ടിവേഷൻ നമുക്ക് എത്ര മോട്ടിവേഷൻ സ്പീക്കർമാർ നമ്മുടെ നാട്ടിൽ ഇതിനെ ഇടങ്ങറാകുന്നേ, അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, മതം അത് വളരെ മനോഹരമായി വളരെ ലളിതമായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. സഹായിമാരൊക്കെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു ഇതിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് സെൻസിലാണ് പറയാൻ ശ്രമിച്ചതെന്നുണ്ടെങ്കിൽ, റിലീജിയൻ ഇസ് ദ ഒപ്പിയം ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അത് മൂപ്പര് ഒരു നെഗറ്റീവ് സെൻസിലാണ് ഉപയോഗിച്ചത്. പക്ഷെ അതിന് വേറൊരു അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം മനുഷ്യന്റെ ഈ പ്രയാസങ്ങളിലല്ല, മനുഷ്യന്റെ ആ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ മതത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറലി ഈ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുമായി സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇതിലിപ്പോൾ നമ്മൾ ഖുർആൻ പറയുന്ന മറുപടികളൊന്നും സൂചിപ്പിച്ചിട്ടില്ല. ഖുർആൻ പറയുന്ന അനേകം മറുപടികൾ വേറെ ഇതിനുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കാവുന്നതാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഖലഖ്നാക്കും അവ്വല മറ, നിങ്ങളെ ഫസ്റ്റ് സൃഷ്ടിച്ചത് ഞാനാണ്, ആദ്യം സൃഷ്ടിച്ച എനിക്ക് എന്തേ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ അനേകം ഉത്തരങ്ങൾ ഖുർആൻ ഇറ്റ്സെൽഫ് അതിന് കൊടുക്കുന്നുണ്ട്. ആ ഉത്തരങ്ങൾ അത് പ്രേക്ഷകർ പല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതല്ലാത്ത ചില യുക്തിപരമായ കാരണങ്ങളും ഹദീസും ഖുർആനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിയിട്ടാണ് ഇവിടെ ഈ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട വിമർശനത്തെ നേരിട്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.